ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബ്ലെൻഡറിൻ്റെ രണ്ടാമത്തെ ഒരു ക്ലാസ്സിലേക്കാണ് എനിക്ക് പോണത്. അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ഷോർട്ട് കട്ട്സുകൾ പഠിക്കാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റിവിറ്റി ചെയ്തുകൊണ്ട് ആ ടൂള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിനെ കുറേ കൂടി നമ്മുടെ എന്താ പറയുക, അത് നമ്മുടെ ബ്രെയിനിൽ ഫീഡാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാളും കുറേ എളുപ്പം നമ്മൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോരുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേളിൽ ആഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഫസ്റ്റ് ഇത് വരുന്ന മെഷ് എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് അതിൽ പ്ലെയിൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ സർഫസ് പോലത്തെ ഒരു ഇത് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ഉള്ള ടൂൾസൊക്കെ ഉള്ള ഇതിൽ താഴോട്ട് വരുമ്പോൾ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ എന്ന് പറഞ്ഞ എന്താണ് ഓപ്ഷൻ ഉണ്ടാവും. ആ ഹെയർ ക്ലിക്ക് ചെയ്യുക. ഹെയർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്പർ, പിന്നെ നമ്പേഴ്സ്, ഹെയർ ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസുകൾ കയറി വരും. അതിൽ ആദ്യം നമ്മൾ നമ്പറിൻ്റെ അകത്ത് നമുക്കൊരു 60,000 ഹെയർ വേണമെന്ന് ആദ്യം ടൈപ്പ് ചെയ്യാം നമ്പറിൻ്റെ അവിടെ. അത് കഴിഞ്ഞിട്ട് ഹെയർ ലെങ്ത്തിൻ്റെ അവിടെ 4 mm ആയിരിക്കും കിടക്കണത്. പക്ഷേ അത് മാറ്റിയിട്ട് 0.2 എന്നുള്ള ആക്കി കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹെയർസ് എല്ലാം വളരെ ഷോർട്ടായിട്ട് മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമ്മൾ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ഓപ്ഷൻ, അതിൻ്റെ സൈഡിൽ തന്നെ കാണാൻ പറ്റും. ആ ഇതിൽ തന്നെ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ താഴോട്ട് കുറച്ചും കൂടി വന്നു കഴിയുമ്പോൾ ഫിസിക്സ് എന്നും പറഞ്ഞ ഒരു ഹെഡിങ് കാണാം. ആ ഹെഡിങ്ങിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്ന ബ്രൗണിഷ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതിൽ 0.1 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ആ ഹെയറുകളൊക്കെ നേരെ ഇരിക്കണം. അപ്പോൾ പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ചെരിഞ്ഞും വളഞ്ഞും പിരിഞ്ഞും അത് മറ്റേ എന്താ പറയുക ഒരു റഫ് ലുക്ക് പോലെ ആയിട്ട് മാറും. അത് കഴിഞ്ഞ് അതോടെ അതിൻ്റെ വർക്ക് അവിടെ തീരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകേണ്ടത് മെറ്റീരിയലിലാണ്. അതിനും താഴെയുള്ള ഏറ്റവും ലാസ്റ്റ് വരുന്നത് മെറ്റീരിയലിൽ പോയി കഴിഞ്ഞിട്ട് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ബേസ് കളറിലേക്ക് വരിക. അവിടെ ബേസ് കളർ എന്ന് കൊടുത്തിട്ടുണ്ടാകും. അവിടെ വന്നിട്ട് ഗ്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രീൻ ഡാർക്ക് ആക്കണമെങ്കിൽ ആ സൈഡിൽ തന്നെ ഇത് വെച്ച് താഴോട്ട് വലിക്കുമ്പോൾ ഗ്രീൻ ഡാർക്കായിട്ട് മാറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളർ നമുക്ക് ചില സമയം നമുക്കത് കാണാൻ പറ്റില്ല. കാരണം ചില സമയത്ത് അത് മേളിൽ കിടക്കുന്നത് സോളിഡ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളർ കിട്ടില്ല. റെൻഡറിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കുറച്ച് മേളിലായിട്ട് ഉണ്ട്. ആ ഒരു എന്താ പറയുക, ആ സോളിഡ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ മേളിലായിട്ട് റൈറ്റ് സൈഡ് തന്നെ ഏറ്റവും ടോപ്പ് മേളിൽ കുറേ സർക്കിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും അറ്റത്താണ് വരുന്ന ടൂളാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കളർ നമുക്ക് വിസിബിൾ ആവും. അത് കഴിഞ്ഞ് പിന്നെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, റെൻഡർ ചെയ്യുക.